ഏകദേശം ഈ പ്ലാസ്റ്റിക് ആവുകൊണ്ട് നമുക്ക് എന്താ പെട്ടെന്ന് അങ്ങനെ ഇത് കെടുത്താൻ വേണ്ടി കഴിയില്ല. ചെറിയ രീതിയിൽ JCBയുടെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്ലാസ്റ്റിക് മാന്തുന്ന അതേ സമയം തന്നെ ആ സ്പോട്ടിലേക്ക് നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് സാധാ ഫയറിൽ നിന്നും പ്ലാസ്റ്റിക്കിൻ്റെ ഫയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും. ഇത് ഫയർ ഫൈറ്റിംഗ് നടത്തി ഇത് ഫയർ ഫുള്ളായിട്ട് അണയാൻ വേണ്ടി. അതിപ്പോഴും തീ കെട്ടിട്ടില്ലല്ലേ? ഏകദേശം ഒരു 80% ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടടിയിൽ കുറച്ച് ഫയറുണ്ട്. അത് ആ മണ്ണ് മാറ്റുന്നതോട് കൂടിയിട്ട് എന്താവും, ആ ഫയറും അതോടുകൂടി അണയും. അങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി. സാധനങ്ങളൊക്കെ ഉള്ളിൽ പോയിട്ട്, അതായത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് അവർ പറഞ്ഞ അറിവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ കുറച്ച് ഗ്ലാസ് അതേപോലത്തെ സാധനങ്ങളൊക്കെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ഫയർ ആയിരുന്നു. ഞങ്ങളാദ്യം ചെയ്ത ജോലി എന്ന് പറയുന്നത് കൂടുതൽ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫയർ അണയുന്നത് നോക്കി. പിന്നെ വീടുകൾക്കും അതേപോലെ റോഡിൻ്റെ ആ ഭാഗം സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ള ഫയർ ഫൈറ്റിംഗ് നടത്തിയിട്ടുള്ളത്. വീടുകളുണ്ടല്ലോ? വീട് വേറെ പ്രത്യേക പ്രശ്നം എന്താ വെച്ചാൽ ഫയറല്ല, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഡയോക്സിൻ എന്ന് പറഞ്ഞാൽ ഈ വാതകം നമുക്ക് തന്നെ ഒരു 10-20 സെക്കൻഡിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കിത് ശ്വസിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഞാൻ തന്നെ BSETൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കുറച്ചെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ളത്, ഈ ഫയർ ഫൈറ്റിങ്ങിൻ്റെ സഹായം ചെയ്തിട്ടുള്ളത്. നിലവിൽ 5000-ഓളം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ഫയർ എഞ്ചിനും അതിന് തൊട്ടു ബാക്കിൽ തന്നെ വാട്ടർ ബ്രൗസർ എന്ന് പറയുന്ന 12000 ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു 2 വാഹനങ്ങളാണ് നിലവിൽ ഇവിടെ വന്ന് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.